നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 2-3 ദിവസമായിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഞങ്ങൾ ടൂർ പോയിക്കായിരുന്നു. ടൂർ എന്ന് വെച്ചാൽ തീർത്ഥാടനത്തിന് പോയിക്കായിരുന്നു. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ പോയി, കാഞ്ചീപുരത്ത് പോയി ഒരു 3-4-5 അമ്പലങ്ങളൊക്കെ തൊഴുതു. കാഞ്ചി കാമാക്ഷി തൊഴുതു, പിന്നെ വരദരാജ പെരുമാളിനെ തൊഴുതു. അങ്ങനെ ഒരുപാട് അമ്പലങ്ങളൊക്കെ തൊഴുതു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാവിലെ ഇവിടെ എത്തിയുള്ളൂ കേട്ടോ. അപ്പം ജയശ്രീ എന്താ വെച്ചാൽ ജയശ്രീയുടെ മോളുടെ വീട്ടിൽ ജയശ്രീയും പോയി. അപ്പം എന്തായാലും രാവിലെ ഞങ്ങൾ എത്തി. പക്ഷെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ രാമായണമൊക്കെ വായിച്ചിട്ട് ഒരു 2-3 ദിവസത്തേക്ക് റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലേക്കുള്ള ഇടാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കുറേ പേര് എന്നോട് ചോദിച്ചു കേട്ടോ, ഞങ്ങൾ രാമായണം കണ്ടില്ലല്ലോ, ഇന്ന് എന്താ പറ്റി. കുറച്ച് പേര് ഫോൺ ചെയ്ത് ചോദിച്ചു, കുറച്ച് പേര് കമൻറ്റിലൂടെ ചോദിച്ചു. എനിക്ക് വളരെ സന്തോഷം കേട്ടോ, നിങ്ങൾക്ക് അത് ഇഷ്ടമായി എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയാണ് അത് ചെയ്തത്. ഇന്നലെ വന്നതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു, വീട്ടിലെ പണികളൊക്കെ ഉണ്ടായിരുന്നു, ജയശ്രീ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് രാത്രി ഒന്ന് കുറേ നേരം വായിച്ചു. പക്ഷെ എൻ്റെ മനസ്സ് എന്താ പറയുക, ഉറക്കം കാരണേ അത് മുഴുവനാക്കാൻ പറ്റില്ല. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം മുഴുവനാക്കിയിട്ട് 27ാമത്തെ ദിവസത്തെ ഇടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നാളേക്കുള്ളത് റെഡിയാക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടമായി അത് എന്ന് പറഞ്ഞുള്ള ആ വാക്കുകളൊക്കെ എനിക്ക് വളരെ സന്തോഷം കേട്ടോ. അതായത് ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു, അമ്പലത്തിൽ പോയി വന്നു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ ഞാൻ പോണത് പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. പുട്ടുണ്ടാക്കാൻ നമ്മൾ ഇന്നാൾ വാങ്ങിയില്ലേ, അതാണ് കേട്ടോ ചോളപ്പൊടി. നല്ലതാ, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഈ ചോളപ്പൊടി കൊണ്ട് ഉപ്പുമാവല്ല, ഈ ചോളപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായി. ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നും ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അതിലായിട്ട് ഒരു 1.5 ഗ്ലാസ് ചോളപ്പൊടി എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നനച്ച് വയ്ക്കാം. മറ്റേ അരിപ്പൊടിയുടെ അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട വെള്ളം കേട്ടോ, എങ്കിൽ നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ഇതാ നമ്മുടെ ചണക്കടല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടു, കടല വേവിച്ചു. കടല കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഒക്കെ ഒന്ന് വഴറ്റുകയാണ്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അല്ലേ എരിവാട്ടോ, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത്തിരി മസാലപ്പൊടിയും ഇടാം, അധികം വേണ്ട. എന്നിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം പോണ വരയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതുപോലത്തെ. ഒന്ന് അരച്ച് ഇതിലൊഴിച്ചാൽ നല്ലൊരു കൊഴുപ്പ് കിട്ടും, നല്ല സ്വാദാണ്. വാങ്ങി വെക്കാം കേട്ടോ, ചൂടാറട്ടെ. ചോളപ്പൊടി 1 ഗ്ലാസ്, 1.5 ഗ്ലാസ് പൊടിയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ 5-10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അത് ഡ്രൈ പോലെയാണ്, ഇതുകൊണ്ട് വെള്ളം ഒഴിക്കണം. ഞാനപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൂട്ടാ കഷ്ടി. എങ്കിലും നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ഒഴിക്കാൻ പാടുള്ളൂ, അധികം ആയാലോ. നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട്. ജയശ്രീ നാളികേരം ചെരുക്കി തന്നു. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് നാളികേരം ഇട്ടു. അങ്ങനെ പൊടിയിട്ടു, നാളികേരം ഇട്ടു, വീണ്ടും പൊടിയിട്ടു, കുറച്ച് നാളികേരം ഇട്ടു, പിന്നെയും പൊടിയിട്ടു. വെച്ചു. ഇനി ആയി വരട്ടെ കേട്ടോ. കൃഷ്ണ വാസുദേ. ഉള്ളി മപ്പിക്കണ്ടേ? അപ്പോൾ ചണക്കടല വേവിച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ,
നമുക്ക് അതിൽ മസാലയൊക്കെ ചേർക്കാം. ഒന്ന് ഉള്ളി മുപ്പിക്കാം കേട്ടോ. ഉള്ളി മുപ്പിക്കാൻ ചീനച്ചട്ടി വെച്ചു. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ആയി വന്നു കേട്ടോ. ഒന്നും വന്നോട്ടല്ലേ വേണമെങ്കിൽ. വെളിച്ചെണ്ണ ചൂടായി. ഉള്ളിയിട്ടു. കറിവേപ്പിലിട്ടു. ഭംഗിയായിട്ട് അരച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള, തക്കാളി. ഇത് കൊത്തിക്കോളൂ ചേച്ചേ. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ഉള്ളി മൂത്തു. ആദ്യം കഷ്ണം ഇടാം. കഷ്ണം എന്താണ്? കടല അല്ലേ? കടലയിട്ടു. അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിക്കും. ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒഴിച്ചാൽ കറിക്ക് ടേസ്റ്റ്. പച്ചവെള്ളം ഒഴിച്ചാൽ സ്വാദ് കുറയും. ചൂടുവെള്ളത്തിലാണ് പിന്നെ ഒഴിക്കാൻ നല്ലത്. കറി വെന്ത കറികളിലൊക്കെ വെള്ളം ചേർക്കണമെങ്കിൽ ചൂടുവെള്ളം ചേർക്കണം. ഇന്നലെ എന്നോടൊരാൾ ഇന്ന് രാവിലെ നോക്കിയപ്പോഴേ ഒരാൾ എന്നോട് അഭിപ്രായം ചോദിച്ചു, ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ, അതായത് അമ്മയുടെ ശ്രാദ്ധത്തിൻ്റെ വീഡിയോ ഇട്ടുണ്ടായില്ലേ ചേച്ചേ, മരിച്ചു കഴിഞ്ഞാൽ ആ നാളിലാണോ നമ്മൾ ശ്രാദ്ധം കൂട്ടേണ്ടത്, അതോ കർമ്മം ചെയ്യില്ലേ, നമ്മൾ 16 അടിയന്തരമൊക്കെ ചെയ്യില്ലേ, ആ ദിവസമാണോ ചെയ്യേണ്ടതെന്ന്? ഒരിക്കലല്ല. നമ്മൾ ഏത് ദിവസമാണോ മരിച്ചത് ആ സമയം നമ്മൾ നോക്കണം. മരിച്ചത് എത്ര മണിക്കാണെന്ന് നോക്കിയിട്ട് ആ ദിവസം കലണ്ടറിൽ അല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ നോക്കിയാൽ ആ ടൈമിൽ നോക്കിയിട്ട് ഏതാണ് നാളെന്ന് മനസ്സിലാവും. അതാണല്ലോ നമ്മൾ നാളായിട്ട് സങ്കല്പിക്കുന്നത്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ ജനിച്ച ദിവസം കാർത്തികയാണ്, പക്ഷെ മരിച്ച ദിവസം വിശാഖാണ്. അപ്പോൾ വിശാഖം ദിവസമാണ് അച്ഛൻ മരിച്ചത്. അപ്പം തന്നെ അന്നേരം നോക്കി എത്ര മണിക്കാണ് മരിച്ചത് ആ സമയം വെച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ നാളുകൾക്കൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ വരാമല്ലോ, നാഴിക വിനാഴിക കണക്കിൽ. അപ്പോൾ മരിച്ചത് ഏത് ദിവസമാണോ ആ നാളിലാണ് ശ്രാദ്ധം കൂട്ടേണ്ടത്. അപ്പോൾ അതിന് തലേ ദിവസം നമ്മൾ ഒരു നേരം എടുക്കണം, പിറ്റേ ദിവസം ശ്രാദ്ധം. മാത്രമല്ല ആ ദിവസം എന്ന് പറയുമ്പോൾ ആ നാൾ രാത്രിയിലേക്ക് ഉണ്ടാവണം. 30 നാഴികയേക്കാളും കൂടുതൽ, അതായത് 31 മതി. ചാത്ത ഊട്ടിയിട്ട് ഉറങ്ങണം എന്നാണ് പറയുക. ഊട്ടി ഉറങ്ങണം എന്നാണ് പറയുക. അപ്പോൾ ഊട്ട മീൻസ് അവർ ഭക്ഷണം കഴിക്കുക അല്ലേ, നമ്മൾ ഭക്ഷണം കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങണം, അവർ ഉറങ്ങണം. അപ്പോൾ ഉറങ്ങണമെങ്കിൽ രാത്രി ആവണം. അപ്പോൾ രാത്രിയിലേക്ക് ഉണ്ടെങ്കിലാണ് എടുക്കുള്ളൂ. ഇന്ന് വിശാഖം വൈകുന്നേരം ഒരു 28 നാഴിക 29 നാഴികയോ ഉള്ളൂ എങ്കിൽ ഇന്നല്ല നമ്മൾ ശ്രാദ്ധം കൂട്ടേണ്ടത്, ഇന്നലെയാണ്. ഇന്നൊരു 31 നാഴിക അല്ലെങ്കിൽ 32 നാഴിക ഉണ്ടെങ്കിൽ ഇന്നാണ് ചെയ്യേണ്ടത്, രാത്രി ഉണ്ടെങ്കിൽ കേട്ടോ. ആകെ 30 പകല് 30 നാഴിക, രാത്രി 30 നാഴിക, അങ്ങനെ 60 നാഴികയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. പകല് 30 നാഴിക, രാത്രി 30 നാഴിക, 30 30 60 നാഴികയാണ് ഒരു ദിവസം. അപ്പോൾ കലണ്ടർ നോക്കിയിട്ട് നാള് എത്ര നേരത്തേക്ക് ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും പുട്ടെടുത്തു. ഇത് മാറ്റിവെക്കാം അല്ലേ, പുട്ടെടുത്തു. അതൊക്കെ യെസ്, വലിയ കഷ്ണാട്ടോ. ഇന്ന് ജയശ്രീ 2 ഉണ്ടാക്കി, ഞാൻ 3 ഉണ്ടാക്കിയത് ചെറുതായി. അപ്പോൾ നിങ്ങൾക്ക് പുട്ട് എടുക്കാം കുട്ടികളെ. രണ്ടാമത്തെ കണയാണ് കേട്ടോ. കണ്ടോ, കറി സൂപ്പർ കറിയാണ്. ഇത്തിരി കഴിയുമ്പോൾ ഒന്ന് ഇരുന്നത് ഒന്ന് കുറുതാവും, അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം കൂട്ടി ഒഴിച്ചതാട്ടോ. ഓഫാക്കാം. പുട്ടും കടലയും നല്ല കോമ്പിനേഷനാണ്. പുട്ടും പഴവും, പുട്ടും പപ്പടവും, പുട്ടും കടലയും. ജയശ്രീയ, ആ പിള്ളേർ എന്ത് പറയണു? അവിടെ പോയിട്ട് വിശേഷം പറയൂ. പിന്നെ
പിന്നെ ജയശ്രീ എന്തൊക്കെ അവിടെ പോയിട്ട് പരിപാടികൾ? ഒരു പരിപാടി എത്ര ദിവസം നിന്ന്? 3 ദിവസം? 3 ദിവസം നിന്നില്ലേ? ആ, വ്യാഴം വെള്ളി ശനി 3 ദിവസം അവിടെ താമസിച്ചു കേട്ടോ. മൈലാഞ്ചി അരച്ചു കൊടുത്തു, ഞാൻ ഇട്ടു. ആ, കുഞ്ഞുമോൾക്ക് മൈലാഞ്ചി അരച്ചു കൊടുത്തു. കൊണ്ടുപോയി മൈലാഞ്ചി അരച്ചു ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് അരച്ചു മൈലാഞ്ചി. അമ്മൂമ്മയും കുഞ്ഞുമോളും മോളും ഇട്ടു. മോൻ ഇട്ടെടുത്തില്ലേ കുഞ്ഞിന്? അവന് വിചാരിച്ച കാര്യം നടന്നിരിക്കുക. അവൻ സ്വയത്തല്ല പാലിട്ടടിക്കുക, അല്ലെങ്കിൽ ചുമരുമ്പോ ഇടിക്കോ? അതെയാ, ഭയങ്കര ഇതല്ലേ, വാശിക്കാരനാ. മുടി പിടിച്ച് വലിച്ചിട്ട് വരുമ്പോ മുടി കൊണ്ട് പിടിച്ച് വലിക്കുക, ചെകിടത്തടിക്കുക. അവള് പറഞ്ഞിട്ട് മൂത്തത് അവിടെ ഇരിക്കാൻ അവിടെ ഇരിക്കും. അത് പെൺകുട്ടിയാണ്, ഇത് ആൺകുട്ടിയാണ്. അത് വ്യത്യാസമുണ്ട്, വാശി കൂടും അവർക്ക്. ഞാൻ പറഞ്ഞോ ഒന്ന് കാണിച്ചോളാം, എന്നിട്ട് പറഞ്ഞോളോ. അല്ല സ്വയം ഇങ്ങനെ വേദന എന്നിട്ട് കരയും. അതാണ് കൊച്ചുകുട്ടിയല്ലേ, അവനറിയില്ലല്ലോ ഒന്നും. അപ്പം അങ്ങനെ. അപ്പം ജയശ്രീ പാലക്കാട് മണ്ണാർക്കാട് മോളുടെ വീട്ടിലൊക്കെ പോയി വന്നു. സന്തോഷമായിട്ട് ഫ്രഷായി, മുഖമൊക്കെ നല്ല സന്തോഷമുണ്ട് അല്ലേ? എന്ന് ചിരിക്കുന്നുണ്ട് കേട്ടാ, കണ്ട. ഭൂകമ്പത്തിന്റെ പ്രശ്നം മണ്ണാർക്കാടൊക്കെ ഉണ്ടായിരുന്നില്ലേ, നെല്ലൂര് ഭാഗത്ത്. അപ്പൊ ഞാൻ പുറത്ത് ഹോളില് കിടന്നത്. അപ്പൊ ഇതില്ല, കിടക്കയിൽ കയറി കിടക്കാൻ പറ്റില്ല. ഇതിപ്പോ 12:45 ആയിട്ടാണ്. ഞാൻ വിചാരിച്ചിട്ടോ ചാവാൻ ഒന്നിച്ചാവാലോ. ഞാൻ വേഗം അവളെ അടുത്ത് പോയി ഒക്കെ ഉരുട്ടി ജനാലമ്മ വെച്ചിട്ട്. അപ്പൊ അവള് ചോദിച്ചു, അമ്മ എപ്പോഴെവിടെ വന്ന് കിടന്നു? ഞാൻ പറഞ്ഞു 1 മണിയാവാറായിരുന്നു. അപ്പൊ എന്താ ഇവിടെ വന്ന് കിടന്ന അവിടെ കിടക്കണമെന്ന് ചെയ്യാം. നല്ലൊരു ഹിപ്പോട്ടലും മറ്റേ പൂജകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പോവുകയാണെങ്കിൽ ഒരുമിച്ച്. അതല്ലെങ്കിൽ വീടടക്കം കൊണ്ടുപോകും, ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയില്ല. റൂമിൽ കിടക്കണമെങ്കിൽ എല്ലാവരും കൂടി ഞങ്ങൾ റൂമില്ല, അപ്പൊ ഒരുമിച്ച് പോവാണ്. ശരാ ഭഗവാനേ നാരായണ, അങ്ങനെയൊന്നും വരാണ്ടിരിക്കട്ടെ കൃഷ്ണ. മരിച്ച നാളിലാണോ, കർമ്മം ചെയ്ത നാളിലാണോ ശ്രാദ്ധമിടേണ്ടത്? മരിച്ച നാളിലാണ് കേട്ടോ. മരിച്ച ദിവസം സമയം ഒക്കെ നോക്കിയിട്ട് നാളെ ഏതാണെന്ന് നിശ്ചയിക്കുക. ഒരു ദിവസത്തിൽ നാള്, നക്ഷത്രം, എത്ര സമയം തൊട്ട് എത്ര സമയം വരെ ഉണ്ടെന്നൊക്കെ കലണ്ടറിൽ അല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ മരിച്ച സമയം നോക്കിയിട്ട് നമുക്കറിയാൻ സാധിക്കും ഏത് നാളിലാണ് മരിച്ചതെന്ന്. ആ നാളിലാണ് ശ്രാദ്ധം നമ്മൾ അടുത്ത വർഷം അല്ലെങ്കിൽ പിന്നെ എല്ലാ വർഷവും ഇടേണ്ടത്. മരിച്ച ആളുടെ പിന്നെ എല്ലാം ചെയ്യുമ്പോൾ മരിച്ച ആളുടെ നാള്, മരിച്ച നാള്, മരിച്ച ആളുടെ രൂപം ഒക്കെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. പിന്നെ തലേ ദിവസം നമുക്ക് ഇന്ന് ശ്രാദ്ധമാണെങ്കിൽ തലേ ദിവസം ഇന്നലെ നമ്മൾ ഒരു നേരം എടുക്കണം. ഒരു നേരം എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ കുളിച്ച് ശുദ്ധമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. അതിൽ ഉള്ളി, ഉഴുന്ന്, മല്ലി തുടങ്ങിയിട്ടുള്ള ചില ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്, അത് ഒഴിവാക്കണം. അതായത് നല്ല സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുക രാവിലെ. അതും ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിക്കുക. ഉച്ചയ്ക്ക് മാത്രം ഊണ് കഴിക്കുക എന്നാണ് പറയണത്. വൈകുന്നേരം ഊണ് കഴിക്കില്ല, ഒരു നേരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂ. വൈകുന്നേരം ഒരു ഫലാഹാരങ്ങളാണ് കഴിക്കുക. പഴമോ പാലോ എന്തെങ്കിലും കഴിക്കാം. അതല്ല എങ്കിൽ ചില ആൾക്കാർ ഫലാഹാരം എന്നുള്ളത് പലഹാരമാക്കിയിട്ട് പുട്ടോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. എന്തായാലും അങ്ങനെ ചെയ്യുക, നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. എന്തായാലും ഉദ്ദേശിക്കുന്നത് കുളിച്ച് ശുദ്ധിയായി നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, നല്ല സാത്വികമായിട്ടുള്ള ഭക്ഷണം. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശ്രാദ്ധം ഇട്ടതിന് ശേഷം മാത്രമാണ് പിന്നെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു രാത്രിയിലേക്ക് നാള് ഉണ്ടാവണം. 30 നാഴികയേക്കാളും കൂടുതൽ ആ ദിവസം ഉണ്ടാവണം. ഇന്ന് ഒരു നാൾ, എൻ്റെ അച്ഛൻ്റെ ഉദാഹരണം പറയാം. എൻ്റെ അച്ഛൻ മരിച്ച ദിവസം വിശാഖം നക്ഷത്രത്തിലാണ്. വിശാഖ നക്ഷത്രം ഇന്നാണ് എങ്കിൽ ഇന്നലെ ഞാൻ വ്രതം എടുത്ത് ഇന്ന് ശ്രാദ്ധം കൂട്ടണം. പക്ഷെ ഇന്ന് ഈ വിശാഖ നക്ഷത്രം 30 നാഴികയേക്കാളും കൂടുതൽ ഉണ്ടാവണം. കലണ്ടർ നോക്കിയാൽ അറിയാൻ സാധിക്കും. 30 നാഴികയേക്കാളും കൂടുതൽ, 30 നാഴികയേക്കാളും കൂടുതൽ രാത്രിയിലേക്ക് ഉണ്ടാവണം എന്നർത്ഥം. രാത്രിയിലേക്ക് ഉണ്ടായാലാണ് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ചാത്ത ഊട്ടിയിട്ട് ഉറങ്ങണം എന്ന് കൂടി പറയുന്നുണ്ട്. 29 നാഴികയൊക്കെ ഉള്ളെങ്കിൽ 29 നാഴികയാണ് ഇന്നൊക്കെ ഉള്ളൂ എങ്കിൽ ഇന്നല്ല ശ്രാദ്ധം കൂട്ടേണ്ടത്, യെസ്റ്റർഡേ ഇന്നലെയാണ്. അപ്പം മിനിഞ്ഞാന്ന് വ്രതം എടുത്തിട്ട് ഒരു നേരം എടുത്തിട്ട് ഇന്നലെ ശ്രാദ്ധം കൂട്ടണം. രാത്രിയിൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കുന്ന ആൾ അപ്പോൾ രാത്രിയിൽ കൂട്ടി രാത്രി ഉറങ്ങണം. അങ്ങനെയാണ്.
അത് ഈ വാവ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. വാവ് നാളാണ് രാത്രി വാവ് ഉണ്ടാവും, അപ്പോഴാണ് ചെയ്യേണ്ടത്. ഉറങ്ങണം എന്നുള്ളത് പ്രത്യേക. ഇപ്രാവശ്യം വാവിൽ അങ്ങനെയായിരുന്നു. വാവ് തുടങ്ങണത് പഞ്ചദശി തുടങ്ങണത് ഉച്ചയ്ക്കാണ്, രാത്രി ഉണ്ട്. പിറ്റേ ദിവസം ഫുള്ളായിട്ട് പകലുണ്ട്, പക്ഷെ രാത്രിയിലേക്കില്ല. അതുകൊണ്ട് എല്ലാവരും തലേ ദിവസം തന്നെ ശ്രാദ്ധം അല്ലെങ്കിൽ വാവ് ബലി ഇട്ടു. കാരണം എന്താ, ഊട്ടി ഉറങ്ങണം എന്നാണ് പറയുക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ, ഞാൻ രാവിലെ നേരത്തെ അമ്പലത്തിൽ പോയി, ശിവൻ്റെ അമ്പലത്തിലാണ് പോയി വന്നു. അത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി എന്താ ഞങ്ങളിനി കഴിക്കാൻ പോവാണ്. രാജേട്ടന് കൊടുക്കട്ടെ. ഓക്കെ, യാത്ര ടൂറൊക്കെ കേമായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ പിടിച്ചിട്ടുണ്ട്, പതുക്കെ ഇടാം കേട്ടോ. പിന്നെ രാമായണം എനിക്ക് വായിക്കണ്ടേ. ഓക്കെ, താങ്ക് യു.